BJP നേതാവ് A.N. രാധാകൃഷ്ണന് പണം നൽകിയിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞ പകുതി വില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണൻ. A.N. രാധാകൃഷ്ണന്റെ സൈൻ കമ്പനി ഇംപ്ലിമെന്റ് ഏജൻസി മാത്രമാണ്. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനും ആനന്ദകുമാറിനും പണം നൽകിയിട്ടുണ്ട്. പണം നൽകിയതിന് രേഖകളുണ്ടെന്നും അനന്തു കൃഷ്ണൻ വെളിപ്പെടുത്തി. അഖിൽ പാലോട്ടുമടം വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, എന്താണ് ഈ അനന്തു കൃഷ്ണൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്? ഒരുപാട് പേരുകൾ ഉയർന്നു വരുന്നു, പലരും പരാതിയായി നൽകിയതിൻ്റെ ഭാഗമായി കൂടിയാണിപ്പോൾ. പക്ഷെ അനന്തു പറയുന്നതും തെളിവുകൾ ഹാജരാക്കുന്നതും വളരെ പ്രധാനവുമാണല്ലോ. വീണ പ്രസാദ്, കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പാതിവല തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർ പരാതി നൽകുന്നുണ്ട്. അവർ പരാതി നൽകുന്നതൊക്കെ തന്നെ പല NGOകളുടെ പേരിൽ ആണ് എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ അവസാന ബിന്ദുവായി എത്തുന്നത് അനന്തു കൃഷ്ണനാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യമായി മാറുന്നത്. ഇന്ന് അനന്തു കൃഷ്ണനെ എറണാകുളം ജില്ലയിൽ മാത്രം 3 അനന്തു കൃഷ്ണനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ആദ്യത്തേത് നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ വൈറ്റിലയിലുള്ള ഓഫീസിലാണ് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. അവിടെ വച്ച് മാധ്യമപ്രവർത്തകരോട് അനന്തു കൃഷ്ണൻ ആദ്യം പറഞ്ഞത് സായി ഗ്രാമത്തിൻ്റെ ആനന്ദകുമാറിന് താൻ പണം നൽകിയിട്ടുണ്ട്. പണം നൽകുന്നത് ഡിജിറ്റൽ തെളിവുകളായിട്ടാണ്, ഇത് അക്കൗണ്ട് വഴിയാണ് താൻ പണം നൽകിയിട്ടുള്ളത്, തൻ്റെ അതിൻ്റെ രേഖകൾ ഉണ്ട് എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രതികരണമായി അനന്തു കൃഷ്ണൻ നടത്തിയത്. അവിടെ നിന്നും രണ്ടാമത് പാലാരിവട്ടത്തുള്ള അനന്തു കൃഷ്ണൻ്റെ ഒരു ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആ ഓഫീസിൽ എത്തുമ്പോഴാണ് അനന്തു കൃഷ്ണനോട് രാഷ്ട്രീയ നേതാക്കൾക്ക് താങ്കൾ പണം നൽകിയിട്ടുണ്ടല്ലോ, CPMൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി അത്തരത്തിൽ താങ്കളിൽ നിന്ന് പണം കൈപ്പറ്റിയ കാര്യം പുറത്തു വന്ന കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, അനന്തു കൃഷ്ണൻ പറയുന്നത് താൻ നിരവധി രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. തൻ്റെ ലീഗൽ അഡ്വൈസറാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള ലാലി വിൽസന്റിന് താൻ പണം നൽകിയിട്ടുണ്ട്, ആനന്ദകുമാറിന് താൻ പണം നൽകിയിട്ടുണ്ട് എന്ന് അനന്തു കൃഷ്ണൻ വീണ്ടും ആവർത്തിക്കുന്ന ഒരു വിശേഷം ഉണ്ടായിരുന്നു. അതിനുശേഷം മൂന്നാമത് അദ്ദേഹത്തെ പറയാൻ വന്ന ഒരു പേരാണ് അഖിൽ, A.N. രാധാകൃഷ്ണന് ഇതുമായുള്ള ബന്ധം എന്ന രീതിയിൽ വലിയ തോതിൽ വലിയ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷെ അനന്തു കൃഷ്ണൻ ഇത് വ്യക്തമാക്കിയിരിക്കുന്നു, അങ്ങനെ ഒരു പണം നൽകിയിട്ടില്ല, അങ്ങനെ A.N. രാധാകൃഷ്ണന് പണം നൽകിയിട്ടില്ല എന്ന കാര്യം. അതാണ് വീണ ഞാൻ പറഞ്ഞത്. മൂന്നാമത് സ്ഥലത്തെത്തുമ്പോഴാണ് A.N. രാധാകൃഷ്ണൻ്റെ പേര് പറഞ്ഞു തന്നെ മാധ്യമപ്രവർത്തകർ അനന്തു കൃഷ്ണനോട് ചോദിക്കുന്നത്, A.N. രാധാകൃഷ്ണന് താങ്കൾ പണം നൽകിയിട്ടുണ്ടോ, A.N. രാധാകൃഷ്ണനുമായി താങ്കളുടെ ബന്ധം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അനന്തു കൃഷ്ണൻ വ്യക്തമായി തന്നെ പറഞ്ഞു, A.N. രാധാകൃഷ്ണനുമായി തനിക്ക് ഒരു തരത്തിലുമുള്ള സാമ്പത്തിക ഇടപാടില്ല. ഈ A.N. രാധാകൃഷ്ണൻ്റെ കമ്പനി അദ്ദേഹം വെറും ഈ ഒരു ഏജന്റ് മാത്രമാണ്, ഒരു ഏജൻസിയായി മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതാണ് അനന്തു കൃഷ്ണൻ വ്യക്തമാക്കി തന്നെ പറഞ്ഞത്. ആദ്യഘട്ടം മുതൽ ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരൊക്കെ വരുന്ന സമയത്ത് BJP നേതാവായ A.N. രാധാകൃഷ്ണന്റെ പേരും വ്യാപകമായി ചില മാധ്യമങ്ങൾ ബോധപൂർവം അല്ലെങ്കിൽ പോലും ചില മാധ്യമങ്ങൾ കൊടുത്തിരുന്നു. അതിന് വ്യക്തമായ ഒരു ഉത്തരം തന്നെയാണ് ഇന്ന് അനന്തു കൃഷ്ണൻ നൽകിയത്. A.N. രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട കമ്പനി തൻ്റെ ഒരു ഏജൻസി മാത്രമാണ് ഉണ്ടായിരുന്നത്, തൻ്റെ ഒരു കൺസൾട്ടിംഗ് ഏജൻസി മാത്രമാണ്, അല്ലാതെ ഒരു തരത്തിലുമുള്ള പണമിടപാട് നടത്തിയിട്ടില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അനന്തു കൃഷ്ണൻ ആവർത്തിച്ചു പറയുന്നുണ്ട്, കേരളത്തിലെ പ്രമുഖമായ പല രാഷ്ട്രീയ പാർട്ടികൾക്കും മന്ത്രിമാർക്കും അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്കും എല്ലാം തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം തന്നെ താൻ പണം നൽകിയിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് അനന്തു കൃഷ്ണൻ പറയുകയും ചെയ്യുന്നുണ്ട്. വീണ പ്രസാദ്. ഓക്കെ, ശരി. അഖിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. A.N. രാധാകൃഷ്ണന്റെ കാര്യം മാധ്യമങ്ങൾ എടുത്തു ചോദിച്ചപ്പോൾ അനന്തു കൃഷ്ണൻ വ്യക്തമാക്കുകയായിരുന്നു, A.N. രാധാകൃഷ്ണനുമായി യാതൊരു തരത്തിലുള്ള പണമിടപാടുകളും നടത്തിയിട്ടില്ല എന്ന കാര്യം. ആനന്ദകുമാറിനും ലാലി വിൻസെന്റിനും പണം നൽകിയിട്ടുണ്ട്, അതിന് തെളിവുകളുണ്ട് എന്ന കാര്യവും അനന്തു കൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി.